ഓണം എന്നുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉൽപ്പന്നമാണ്. സതീശൻ ഗവൺമെൻറ് ജൂൺ 15 തന്നെ ഓണസമ്മാനം കൊടുത്തു. അത് ഓണക്കാലത്താണ് ഇപ്പോൾ പ്രയോജനപ്പെട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ നാട്ടിൽ പൂക്കളം ഇല്ല, തൃക്കാക്കരപ്പനേ ഉള്ളൂ. കല്യാണ സദ്യകൾ എടുത്താൽ തിരുവനന്തപുരം പോലൊരു സദ്യ വേറെ എവിടെയില്ല. അത് ശരിയാ. അതിന് വേറെ അതിനുള്ള ക്രെഡിറ്റ് ആരും എടുക്കേണ്ട ആവശ്യമില്ല. ഓണത്തല്ല് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കുന്നംകുളത്ത് ഗംഭീരമായ തല്ലാണ്. അപ്പോൾ അത് ചേരി തിരിഞ്ഞിട്ട് അടിയ, വെറുതെ അങ്ങനെ ആൾക്കാർ അടിക്കല്ല. നമസ്കാരം. നമ്മളെല്ലാവരും ഓണത്തിരക്കിലാണ്. ഈ ഓണത്തിരക്കിനിടയിലും ഞങ്ങൾക്കൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളുണ്ട് ഇപ്പോൾ. മറ്റാരുമല്ല, മുഖവരകളുടെ ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം ഗതാഗത മന്ത്രി ശ്രീ CP ജോൺ. മിസ്റ്റർ സ്വാഗതം. ആദ്യം ഓണാശംസകൾ. വളരെ നന്ദി എന്നെ വിളിച്ചതിന്. ഓണാശംസകൾ. ഇത്തവണത്തെ മിനിസ്റ്ററുടെ ഓണം ഏറെ പ്രത്യേകതകളുള്ളതാണ്. ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളോടെയുള്ള ഒരു ഓണാഘോഷം, അങ്ങനെയല്ലേ? അങ്ങനെ പറയാം. എങ്ങനെ പോകുന്നു ഓണാഘോഷമൊക്കെ? പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് മുതൽ ഓണക്കാലം അല്പം തിരക്കുള്ളതാണ്. പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഓണത്തിൻ്റെ അന്ന് ഞാൻ സ്വന്തം വീട്ടിലായിരിക്കും. അതിൽ യാതൊരു മാറ്റം ഇതുവരെ ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഇത്തവണയും ഇവിടെ നിന്ന് പോയിട്ട് ഓണം കഴിഞ്ഞാൽ കുറച്ച് ചില പരിപാടികളെന്നല്ലാതെ ഓണത്തിന് ക്രിസ്മസിനൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു രീതിയാണ്. അത് ഇത്തവണയും പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മുടക്കുന്നില്ല. ഓണത്തിൻ്റെ അന്ന് ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ അങ്ങനെ വരില്ലല്ലോ, അവരുടെ വീട്ടിലെല്ലാം ഓണമല്ലേ. കുറച്ച് എൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള സഹോദരിമാരും ചേട്ടൻ്റെ കുടുംബവും എല്ലാം വരുന്നുണ്ട്. ഈ ഓണം ഗംഭീരമാക്കാൻ പുതിയ സർക്കാർ, പ്രത്യേകിച്ചും സാറിൻ്റെ വകുപ്പ് എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഓണത്തിന് സ്പെഷ്യലായിട്ട് ദീർഘദൂര ബസ്സുകൾ ഇടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചാലഞ്ച്. റിസർവേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വലിയൊരു മാറ്റം വരുത്തി. 149 എന്നുള്ളൊരു നമ്പർ ഇട്ടു. അപ്പോൾ എപ്പോഴാണ് ബസ് എന്നുള്ളത് 24 hours നമുക്ക് ചോദിച്ചാൽ അവർ ആൻസർ ചെയ്യും. എവിടെ നിന്ന് എവിടേക്കുള്ള ബസ്സാണെങ്കിലും ബസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളവർ ആൻസർ ചെയ്യും. ഒന്ന്, അത് മാനുവലായിട്ടാണ്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുമെങ്കിലും KSRTCയിൽ അത് നടപ്പായി. അതൊരു നമ്പർ നമ്മളുണ്ട്, ആ നമ്പർ നിങ്ങൾ കൊടുക്കണം. അത് വാട്സപ്പ് നമ്പറാണ്. ആ വാട്സപ്പ് നമ്പറിൽ ഹൈ എന്ന് നമ്മൾ അടിച്ചാൽ അപ്പോൾ AI നമ്മളോട് ചോദിക്കും എന്താ വേണ്ടത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്നാണ് പോകേണ്ടത്, ഇന്നാണോ നാളെയാണോ, ഓപ്ഷൻസ് ചോദിക്കും. അപ്പോൾ അത് ഇൻറ്ററാക്റ്റിംഗ് ആണ്. അപ്പോൾ എത്ര പേരുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇൻറ്ററാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പ് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ റിസർവേഷനിലേക്ക് ഈ ഓണക്കാലത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ ബസ്സുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇട്ടിട്ടുണ്ട്. അതിൽ ചില നല്ല ബസ്സുകൾ ഇടാനായിട്ട് ശ്രമിച്ചു. അത് പൂർണ്ണമല്ല. ഇനിയിപ്പോൾ ശബരിമല കാലം വരുമ്പോൾ കുറേ കൂടെ മെച്ചപ്പെട്ട ബുക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ആലപ്പുഴ, ബാംഗ്ലൂർ ഓൾട്ടർനേറ്റ് ഡേയ്സ് 1-2 ദിവസം ഉണ്ടാവും. തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്കുള്ളൊരു സൂപ്പർ ഡീലക്സ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലക്ഷറി എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ ഗവൺമെൻറ് അല്പം വില കൂടുതൽ കൊടുത്ത് വാങ്ങിയ ഒരു 2 ബസ്സുകളാണ്. അതിപ്പോൾ ഈ ഓണക്കാലത്ത് അവൈലബിളായി. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നല്ലൊരു ഓണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ, പ്രിയദർശിനി തന്നെയാണ്. അപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് ഓണത്തിൻ്റെ ഒരു പ്രധാന കാര്യമല്ലേ. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോവുക, അതൊക്കെ നമ്മുടെ വനിതകൾ നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി പലരും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നതിനൊക്കെ വേണ്ടി കുടുംബസമേതം പോകുമ്പോൾ ഏതാണ്ട് പകുതിയായിട്ട് അവരുടെ ചാർജ് കുറഞ്ഞല്ലോ.
അപ്പോൾ അച്ഛനും അമ്മയും മക്കളുമൊക്കെ പോകുമ്പോൾ പെൺകുട്ടികൾക്കും ഭാര്യയ്ക്കും ഒന്നും ടിക്കറ്റ് എടുക്കണ്ടല്ലോ, ഓർഡിനറി ഇല്ലേ. അപ്പോൾ അതൊരു വലിയ ഓണസമ്മാനം ഇച്ചിരി നേരത്തെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സതീശൻ ഗവൺമെൻറ് ജൂൺ 15 തന്നെ ഓണസമ്മാനം കൊടുത്തു. അത് ഓണക്കാലത്താണ് ഇപ്പോൾ പ്രയോജനപ്പെട്ടിട്ടുള്ളത്. അത് ഈ കുടുംബ വീട്ടുകളിൽ പോകാനും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകാനും മാത്രമല്ല, ഈ ഓണക്കാലത്ത് സാധാരണ പറയാലോ, ഓണവിപണികളിൽ ഭയങ്കര തിരക്കായിരിക്കും. ഈ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നഗരത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായും അല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊക്കെയായി വരും സ്ത്രീകൾ. അതെ, അവർക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ അവർ സമ്പാദിച്ച കുറച്ച് പൈസ ഉണ്ടല്ലോ, അത് ഓണവിപണിയിലേക്ക് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനീയിടെ ഒരു വനിത അവരുടെ ആ കുടുക്ക പൊട്ടിക്കുക എന്ന് പറയുന്ന പോലെ അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരത് ഓണത്തിന് വേണ്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ അവർ നാലമ്പലത്തിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവർക്കൊരു ബോണസല്ലേ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തലയാഴ്ചയല്ല ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഭക്ഷ്യവകുപ്പ് നല്ല തരത്തിലുള്ള ട്രേഡ് ഫെയറുകൾ, വെറും സബ്സിഡി അല്ലെങ്കിലുള്ള ഇത് മാത്രമല്ല. ഇപ്പം ഞാനിവിടെ തിരുവനന്തപുരത്ത് ബഹുമാനായിട്ടുള്ള നമ്മുടെ ഭക്ഷ്യമന്ത്രി അനൂപിൻ്റെ കൂടെ പോയിരുന്നു. അപ്പോൾ അവിടെ ചെരുപ്പ്, കുട, അല്ലെങ്കിൽ ബുക്സ് അടക്കമുണ്ട്. അല്ലാതെ ഇപ്പോൾ ഓണത്തിന് ആവശ്യമായ അത്യാവശ്യം അരി, പയറ്, ശർക്കര അങ്ങനെ മാത്രമല്ല. അപ്പോൾ അത് കേരളത്തിൻ്റെ പല ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വില പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമമാണ്. മാവേലി സ്റ്റോറുകളിലും ബെറ്ററായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സമാധാന കാലമാണല്ലോ. അപ്പോൾ അതുണ്ട്. പക്ഷേ അതിനൊരു കരിനിഴൽ നമുക്ക് വീണു. ഓണം നല്ല രീതിയിൽ അങ്ങ് പോകുമെന്ന് വിചാരിച്ചപ്പോഴാണല്ലോ 6-7 ജില്ലകളിൽ ഭയങ്കരമായിട്ടുള്ള ഉരുൾപൊട്ടലും മഴയൊക്കെ വന്ന് വളരെയധികം പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറന്ന് പോകാനുള്ളൊരു മാർഗവും കൂടിയാണല്ലോ ഓണം. അതെ, ഈ പ്രിയദർശിനി ഞങ്ങൾ സ്ത്രീകൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ആ സ്റ്റുഡൻറ്റ് ആൾ വണ്ടി കയറുകയാണ്, പ്രിയദർശിനി ബസ്സിൽ കയറുകയാണ്. വലിയ സാമ്പത്തികമായിട്ടൊന്നും വലിയ ഉള്ളൊരു വീട്ടിലത്തെ കുട്ടിയല്ല, കോളേജിൽ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പോകുന്നത്. ഒപ്പം കൂടെ കയറിയ അവരൊരു ആൻറ്റി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ കൂടെ ബസ്സിൽ കയറിയ ആൻറ്റി ഒരു ഗവൺമെൻറ് ഓഫീസ് നല്ല ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ ടിക്കറ്റില്ലാതെ 0 ടിക്കറ്റിൽ സുഖകരമായി പോകുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പൈസ, അച്ഛൻ്റെ ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞു, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. ഞാൻ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്നെപ്പോലെയുള്ള കുട്ടികൾ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. സ്റ്റുഡൻറ്റ് കൺസെഷൻ നമുക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോയൊരു, ഞാനൊക്കെ അതിനുവേണ്ടി എത്രയോ സമരങ്ങൾ ചെയ്തിട്ടുള്ളൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണല്ലോ. അപ്പോൾ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഒരു പ്രധാന കാര്യം യാത്രാക്കൂലിയാണ്. അപ്പോൾ അത് ഒരണാ സമരം, അതൊക്കെ ആൻ്റണിയൊക്കെ നടത്തിയിട്ടുള്ള 50കളിൽ നടത്തിയിട്ടുള്ള സമരം. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാനുള്ള ആനുകൂല്യം അത് എല്ലാവർക്കുമാണ്, സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്കാണ്. അതിൽ വിവേചനം നമ്മൾ പണ്ടേ വരുത്തിയിട്ടില്ല, ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കയറിയിട്ട് ഞാൻ പാവപ്പെട്ട സ്റ്റുഡൻ്റാണ് എന്ന് പറയേണ്ടി വന്നില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു സക്സസ്. അതേപോലെ തന്നെ ഞാനെടുത്ത ഒരു സമീപനം, അല്ലെങ്കിൽ എൻ്റെ ഒരു സമീപനത്തിന് സാമാന്യമായതോ അതിലധികമായ ഒരു സ്ഥാനം ഉണ്ടല്ലോ ഈ തീരുമാനത്തിൽ. എൻ്റെ മാത്രം തീരുമാനമല്ല, UDFൻ്റെ തീരുമാനമാണ്. അതിൽ ഞാനൊരു മിനിസ്റ്റർ എന്ന രീതിയിലും പൊതുപ്രവർത്തന നിലയ്ക്ക് എടുത്ത തീരുമാനം, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ഈ വണ്ടിയിൽ കയറിയിട്ട്, അവർക്ക് അപരിചിതമായൊരു സ്ഥലമാണല്ലോ. ഇപ്പോൾ റേഷൻ കട എന്ന് പറയുമ്പോൾ അവർക്ക് പരിചിതമായൊരു സ്ഥലമാണ്. ആസ്പത്രി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴാണ് പോകേണ്ടത്. ഞാൻ BPL ആണ് എന്ന് പറയേണ്ടി വരരുത് എന്നതാണ് ആ തീരുമാനത്തിൻ്റെ അന്തസത്ത. അത് പറയേണ്ടി വരുന്നത് ദിവസത്തിൽ 4 തവണ അല്ലേ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ ഒഴിവാക്കുക എന്നൊരു കാര്യം പറഞ്ഞല്ലോ. മറ്റുള്ളവരെ ഒഴിവാക്കുമ്പോൾ അർഹിക്കുന്നവരിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതിൽ സാമ്പത്തിക ശേഷിയില്ലാത്ത വനിതകൾ പല പ്രാവശ്യം അവരുടെ ക്ലെയിം മുന്നോട്ട് വയ്ക്കണം.
അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇതൊരു ജെൻഡർ ഇക്വാലിറ്റിയുടെ പ്രശ്നമാണ്. അപ്പോൾ ആ ജെൻഡറിൽപ്പെട്ട എല്ലാവർക്കും കൊടുക്കാം. അതാണ് UDF എടുത്ത ആ ജെൻഡർ ഡിസിഷൻ. അല്ലാതെ അതൊരു പോവർട്ടി ഇറാഡിക്കേഷൻ്റെ മാർഗം മാത്രമായിട്ടല്ല. അതുകൊണ്ട് അതിൽ സമ്പാദിക്കുന്ന ഒരു ചെറിയൊരു തുക. പക്ഷേ ഞാൻ എൻ്റെ ഒരു സജഷൻ വെക്കട്ടെ. ഈ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് സഹായം ചെയ്യുന്ന ഒരു രീതി അതല്ലേ നല്ലത്? അതൊരു സജഷനാണ്. ഇപ്പോൾ തീരുമാനവും വാഗ്ദാനവും അതല്ലല്ലോ. ഇപ്പോൾ പഴയ പോലെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യത്യാസമില്ലാത്തൊരു ഘട്ടത്തിലേക്ക് പോയി. സ്ത്രീയും സമ്പാദിക്കുന്നുണ്ട്, പുരുഷനും സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒട്ടേറെ പുരുഷന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ വർഗസമരങ്ങൾ നടന്നത് പാടത്ത് നടന്ന വർഗസമരങ്ങളാണല്ലോ. നമ്മൾ കൊയ്യും വയലെല്ലാം എന്ന് ONV പാടിയത്. അപ്പോൾ അത് പാടിയത് സ്ത്രീകളാണെന്നുള്ളത് ആ വരികളിൽ നിന്ന് വ്യക്തമല്ലേ. പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോഴും അതായത് ഇപ്പോൾ കുട്ടനാട് പോലെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന കൂലി ഇപ്പോഴും 55-60% ഉള്ളൂ. തുല്യ കൂലി ഇല്ല. അപ്പോൾ എല്ലാവരും നേടിയെന്ന് പറയുന്നുണ്ടല്ലോ. അത് ബാങ്കിലോ അല്ലെങ്കിൽ ഓഫീസിലോ അങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ് ജോലികളിലുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഷോപ്പിൽ നിൽക്കുന്ന തൊഴിലാളികൾ നിസ്സാര കൂലിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീകളൊക്കെ തുല്യരാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഞാനീ പറഞ്ഞ കൃത്യമായൊരു കാര്യമാണ്. നമ്മുടെ പാടശേഖരങ്ങളിൽ ഇപ്പോഴും കൃത്യമായ ആൺപെൺ വ്യത്യാസം കൂലിയിലുണ്ട്. നമ്മളത് നിങ്ങളുടെ നാട്ടിലൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്ത ഒരു സ്ഥലം സോണിയാഗാന്ധി വിഭാവനം ചെയ്തതാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി. അതിലൊറ്റ കൂലിയേ ഉള്ളൂ. സ്ത്രീക്കും പുരുഷനും വ്യത്യാസമില്ല. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ ഏറെക്കുറെ അട്ടിമറിക്കപ്പെട്ടു. അതിന് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് നടന്നതിന് ശേഷം നമുക്ക് പറയാം. സാറിൻ്റെ ഓണം ഒക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത്, ഈ കുന്നംകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് കാലം കുറേയായി എന്ന് എനിക്കറിയാം. എങ്ങനെയാണ് അവിടുത്തെ ഓണവും ആ പഴയ ഓണവും ഇപ്പോൾ ഇവിടുത്തെ ഓണവും എങ്ങനെയാണ് അതിൻ്റെ ഒരു? അത് നല്ലൊരു ചോദ്യമാണ്. മായയും നമ്മൾ ഒരു നാട്ടുകാരാണല്ലോ, തലപ്പള്ളി താലൂക്കുകാരല്ലേ. അതിലുള്ള പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഈ പൂക്കളം ഇടുന്നതിനാണ്. അത്തത്തിന് അത്തം ഇടുക എന്നാണ് അവർ പറയുന്നത്. അത്തപ്പൂക്കളം തുടങ്ങിയതാണ് അതിൻ്റെ അർത്ഥം. അത് റോഡിലും നാട്ടിലൊക്കെ വലിയ തരത്തിൽ. അത് തിരുവോണത്തിന്റെ അന്ന് ഉള്ള പൂക്കളത്തിനും പറയാ അത്തം എന്ന് തന്നെയാണ് പറയാം. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു വന്ന കാലത്ത്. ഇപ്പൊ പഠിച്ചു. അതെ, ഞങ്ങൾ തിരുവോണത്തിന് അത്തം ഇട്ടു എന്ന് പറയും. അതെ അതെ, അത് തിരുവനന്തപുരത്തെ ഒരു ഭാഷാ പ്രയോഗമാണ്. അതെ, വാസ്തവത്തില് തിരുവോണത്തിന്റെ അന്ന് നമ്മുടെ നാട്ടില് പൂക്കളം ഇല്ല. തൃക്കാക്കരപ്പനേ ഉള്ളൂ. അതെ, ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരം മാവേലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൂക്കളം ഇല്ല. അതൊരു വ്യത്യാസമാണ്. അതെ, അപ്പൊ അവിടെ തൃക്കാക്കരപ്പൻ കുറേയും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, ഇവിടെ ഇല്ലാന്നല്ല. ഇവിടെ പക്ഷെ മണ്ണ് കുഴച്ച് ഉണ്ടാക്കി വെക്കണ രീതി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അവിടെയും അതൊക്കെ കുറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും വാങ്ങി വെക്കുന്നതെങ്കിലും ഉണ്ട്. അപ്പൊ അതൊരു ഡിഫറൻസ് എനിക്ക് ഒന്ന്. പിന്നെ ഉള്ളത് ഇപ്പൊ ഈ കൈകൊട്ടിക്കളി എന്നോട്, ഇപ്പൊ കൈകൊട്ടിക്കളി ഭയങ്കര ഒരു കലാരൂപവും ഒരു എന്താ പറയണ്ടേ സ്പീഡിലുള്ള കൈകൊട്ടിക്കളികൾ. ഇപ്പൊ 2-3 കൊല്ലമായിട്ട് കുറച്ച് പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള കൈകൊട്ടിക്കളികൾ, ഒരു ഡാൻസ് ഒക്കെ രീതിയിലാണ് കൈകൊട്ടിക്കളി സംഘങ്ങള്. ഇപ്പൊ നമ്മുടെ കാണിപ്പയ്യൂരിന്റെ ഒക്കെ മിസ്സിസ് ഒക്കെ ഉള്ള അതവരൊക്കെ ട്രഡീഷണൽ കൈകൊട്ടി കളിക്കാരുടെ ആണല്ലോ. അവരതിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് കൈകൊട്ടിക്കളി വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കൈകൊട്ടിക്കളികള് വന്നല്ലോ. ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ റീൽസിലേക്ക് കയറി വരികയാണ്. പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ ഈ തലപ്പള്ളിയിലൊക്കെ ഉള്ള രീതി എന്താന്ന് പറഞ്ഞാൽ അത് വീട്ടുമുറ്റത്ത് വീട്ടുകാരും അയൽക്കാരും എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഗതിയാണ്. അന്നും ഇന്നും അങ്ങനെയാണ്. ഇന്നും കുറെയൊക്കെ ഉണ്ട്. പല കുട്ടികളും വയസ്സായിട്ടുള്ളവരും ഒക്കെ പങ്കെടുക്കുകയാണ് ചെയ്യുക. തിരുവാതിരക്കളി ഉണ്ടല്ലോ, കൈകൊട്ടിക്കളി എന്നല്ലേ പറയണേ.
അവിടെ അത് കൂടുതലും ഓണത്തിനേക്കാൾ കൂടുതൽ തിരുവാതിരയ്ക്കാണ്. അല്ല, ഓണത്തിനുണ്ട്. ഓണത്തിനുണ്ടെങ്കിലും തിരുവാതിരക്കളി എന്നാണ് നമ്മളവിടെ പറയുന്നത്. വേറെ തിരുവാതിരയുണ്ട്. തിരുവാതിരക്കളി ഇത് പിന്നെ ഓണത്തിനും ധാരാളമായിട്ടുണ്ട്. അതിനായിരിക്കും കൈകൊട്ടി കളി എന്ന് പറയുന്നത്. ഞാനൊരു സാങ്കേതികമായിട്ട് അറിയുന്നതല്ല. അതുപോലെ തന്നെ അവിടെ കുമ്മാട്ടി, അത് തൃശ്ശൂർ താലൂക്കിലാണ്. അതെ, ഉണ്ട് കുമ്മാട്ടി. തലപ്പള്ളിയില് കുമ്മാട്ടി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കുമ്മാട്ടി ഇവിടെ ഇല്ല. പുലിക്കളി തൃശ്ശൂരുണ്ട്. അതും തൃശ്ശൂർ താലൂക്കേ ഉള്ളൂ. തൃശ്ശൂർ ടൗൺ എന്ന് പറയാം. വടക്കാഞ്ചേരിയിലൊന്നും പുലിക്കളി ഇല്ല. നമ്മൾ പുലിക്കളി കാണാൻ നാലോണത്തിന് അങ്ങോട്ടല്ലേ തൃശ്ശൂർക്ക് പോകുന്നതാണ്. ഇവിടെ അതും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് തിരുവനന്തപുരത്ത്. അതിൽ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ഓണം ഇവിടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓണക്കാലത്ത് ചെറിയ ചെറിയ ക്ലബ്ബുകളോ മീറ്റിങ്ങുകളോ, ഇപ്പോൾ ഇന്ന് തന്നെ എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടല്ലോ. അവിടെ ഓണത്തിന് വേറെ പ്രോഗ്രാമൊന്നും അങ്ങനെ ആരും എൻഗേജ് ചെയ്യില്ല. അവരെല്ലാവരും വീട്ടിലിരിക്കുക, വീട്ടിൽ നിന്ന് ചീട്ടുകളിയോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ സദ്യ ഉണ്ണുക, അതൊക്കെയാണ്. അന്ന് എവിടേക്ക് ആരും പോകുന്നില്ല പൊതുവിൽ. അപ്പം പിന്നെ കുറച്ചൊക്കെ പ്രോഗ്രാംസ് തുടങ്ങി. പണ്ടത്തെ കാര്യം ഞാൻ പറയാം. ഓണം ശൂന്യമായിരിക്കും. ഇവിടെയും തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒരു ദിവസം ഞാൻ മറ്റൊരു വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുണ്ട്, ഉമ്മാറിൻ്റെ വീട്ടിൽ. അന്ന് ഞാൻ വൈഫുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ ആരും വീട്ടിൽ പോയിട്ട് ഊണ് കഴിക്കാറില്ല. ഒരു വീട്ടൊന്ന് രണ്ട് വീട്ടിൽ. അന്ന് ഏതാണ്ട് ബന്ധു പോലെ തന്നെ ആ സമയം തിരുവോണത്തിൻ്റെ അന്ന് ഒരു 11 മണി തൊട്ട് 2 മണി വരെ ആരും എല്ലാവരും വീട്ടിലായിരിക്കും. പിന്നെ ഓണത്തിൻ്റെ ഇവിടെ ഓണവില്ല്, അതൊരു വേറെ എവിടെ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പം അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ MLA കൂടിയാണല്ലോ. അപ്പം അത് കൊണ്ടുവരുന്നതും അതെടുക്കുന്നതും അതുണ്ടാക്കുന്നതും അതിന് പ്രത്യേകമായിട്ടുള്ള നാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചല്ലെങ്കിലും ഇവിടെ ഇപ്പോഴുള്ള വില്ലടിച്ചാൻ പാട്ട് അത് അങ്ങോട്ടൊന്നുമില്ല. വില്ലടിച്ചാൻ പാട്ട്, അതുപോലെ തന്നെ തോറ്റങ്ങൾ, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ വളരെ ശക്തമാണത്. അതിലൊരു തമിഴ് രീതിയിലുള്ള പാട്ടും കൂടെ ഉണ്ട്. മധ്യ കേരളത്തിന് അപ്പുറത്തേക്ക് പോയ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ഓണം കാര്യമായി ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ ലളിതമാണ് അത്. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ അത് ലളിതമല്ല. ലളിതം തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ രണ്ടാളും ഒരേ സ്ഥലത്തായതുകൊണ്ട് ഈ നേന്ത്രക്കായ എന്ന് അവിടെ ഇവിടെ ഏത്തക്കായ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് സ്ഥിരതാമസാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. അപ്പോൾ എല്ലാവരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ കായ വാങ്ങിച്ചോ? അപ്പോൾ അവർ ചോദിക്കും, എന്താ വറക്കാനാണോ? പക്ഷെ വറക്കാനല്ല, നമ്മൾ ഒരു ഓണമായാൽ നമ്മൾ വാങ്ങിക്കണ്ടേ, കായക്കൊല വാങ്ങണ്ടേ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, അതിന് കൊലയായിട്ട് കിലോ ആയിട്ട് വാങ്ങിച്ചാലും പോരെ, കൊലയായിട്ട് വാങ്ങിക്കണത്തിന് എന്തിനാ ഇത്രയധികം കായ നമുക്ക് വറുത്ത കായ വാങ്ങിക്കാൻ കിട്ടില്ലേ? അപ്പോൾ അത് തലപ്പള്ളി താലൂക്കും തൃശ്ശൂർ പോലെ അത്ര ഇല്ല കേട്ടോ, ഇല്ല എന്നല്ല. തലപ്പള്ളി താലൂക്കും പൊന്നാനി, ആ തിരൂര് വരെ, തിരൂര് മുതൽ അങ്ങനെയുള്ളൊരു പ്രദേശം ഉണ്ടല്ലോ, അവിടെ ഈ ചങ്ങാഴിക്കോടൻ എന്ന് പറയുന്നൊരു പ്രത്യേക വെറൈറ്റി. ഒരിക്കൽ ഞാൻ പ്ലാനിംഗ് ബോർഡിലുള്ള സമയത്ത് ഈ ചങ്ങാഴിക്കോടനെ നല്ലപോലെ അലങ്കരിച്ച് വൃത്തിയാക്കി നമ്മുടെ കൃഷി വകുപ്പിനെ കൊണ്ട് നമ്മൾ ഈ അൽഫോൺസ മാമ്പഴം എന്നൊക്കെ പറഞ്ഞ പോലെ ബ്രാൻഡ് ചെയ്യിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതങ്ങോട്ട് ആയില്ല. പിന്നെ എടപ്പാള്, അവിടെ ഭയങ്കര ചന്തയുണ്ടല്ലോ. ഉത്രാടത്തിൻ്റെ തലേ ദിവസമാണത്. അപ്പം അതിനവിടെ ഈ കായക്കൊല്ലകൾ തൂക്കിയിട്ട് ഒരു പഴം തന്നെ 1 കിലോയിലധികമൊക്കെ വരും. ഒരു പഴം അതിനൊരു ക്രേസ് ആണല്ലോ. പിന്നെ അത് കാഴ്ചക്കൊലകളാവുന്നു. ഗുരുവായൂർ കാഴ്ചക്കൊല കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇപ്പം ഞങ്ങൾ വളർന്നു വന്നൊരു പശ്ചാത്തലത്തിൻ്റെ സാമൂഹ്യ മതപരമായ പശ്ചാത്തലത്തിൽ 3 മതവിഭാഗങ്ങൾക്കും അവിടെ ഓണം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ നേന്ത്രക്കായ വാങ്ങിക്കുക, നല്ലത് കൊല വാങ്ങിച്ച് ഉമ്മർത്ത് തന്നെയാണ് കെട്ടുന്നത്. എൻ്റെ അപ്പനൊക്കെ പിന്നെ ഞങ്ങളെ കുട്ടികളാകുമ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം അത് വാങ്ങിക്കുന്നതൊക്കെ ഒരു രസകരമായ അത് ഈ പ്രദേശത്ത് അങ്ങനെയില്ല. ഇവിടെ ഉള്ളത് അവിടെ ഇല്ല, അവിടെ ഉള്ളത് ഇവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫറൻസ്. ഇനി കണ്ണൂർ ചെന്നാലോ, കണ്ണൂർ ചെന്നാൽ കോഴിയിറച്ചിയും പോത്തിറച്ചിയൊക്കെ ഉണ്ടല്ലോ ഓണത്തിന്. ഞാനൊരിക്കൽ കോഴിക്കോട് വിഷുവിന് ഞാൻ ചെന്നപ്പോൾ ഒരു നല്ല ഇറച്ചി കറിയും മീനൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത് ഞാൻ വരുന്നത് പ്രമാണിച്ച് നിങ്ങളിത് ചെയ്തത് ശരിയായില്ല. അപ്പോൾ ഇത് എന്തൊരു മോശമാണ്, നിങ്ങൾ ഈ വെജിറ്റേറിയൻ അല്ലേ വെക്കേണ്ടത്. അത് ഇന്നല്ലേ ഇറച്ചി വെക്കുന്ന ദിവസം. നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ പ്യുവർ നോൺ വെജിറ്റേറിയൻസ് ആയ ആളുകൾ പോലും അന്ന് എൻ്റെ വീട്ടിലങ്ങനെയാണ്, വെജാണ്. ഇവിടെ അതെ. ഇവിടെ പല ആരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലും ഓണത്തിൻ്റെ അന്ന് ഒരു കർശനമായി അതങ്ങനെയാണ് ശീലിച്ചത്. ഓണത്തിൻ്റെ സദ്യ, അതുപോലെ കാലത്ത് അവിലും പഴവും. അതുപോലെ പഴം നമ്മുടെ ഈ ശർക്കര വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ പര്യം ഇന്ന് എനിക്ക് അറിഞ്ഞൂടാ, പുഴുങ്ങിയിട്ടുള്ളതുണ്ട്, പഴനുറുക്ക്, പപ്പടം, അവില്, ശർക്കര ഉപ്പേരി. ഇവിടെ ശർക്കര ഉപ്പേരി എന്നല്ല പറയാ, ശർക്കര വരട്ടി. അങ്ങനെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് സദ്യ. പിന്നെ വേറൊരു കാര്യം, കല്യാണ സദ്യകൾ എടുത്താൽ തിരുവനന്തപുരം പോലൊരു സദ്യ വേറെ എവിടെയില്ല. അത് ശരിയാ. അതിന് വേറെ അതിനുള്ള ക്രെഡിറ്റ് ആരും എടുക്കേണ്ട ആവശ്യമില്ല. അത് ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അതിന്റെ അറേഞ്ച്മെന്റ്, അത് കഴിഞ്ഞിട്ടുള്ള വിഭവങ്ങള്, ആദ്യം കുറച്ച് ചോറിട്ടു, പിന്നെ അവസാനവും 3 തരം പായസം, പിന്നെ അത് കഴിഞ്ഞൊരു കുറച്ച് ചോറ്. അപ്പം ഈ സദ്യ വിളമ്പുന്ന കാര്യത്തിൽ ഇവിടെയും തെക്കോട്ട് വന്നാലുള്ള ആ സദ്യ വിഭവങ്ങളിലും വിളമ്പുന്ന രീതികളിലും വ്യത്യാസമുണ്ട്. വളരെ വ്യത്യാസമുണ്ട്. വളരെ ചിട്ടയാണ്. വളരെ ചിട്ടയാണ്. പിന്നെ നാക്കലല്ലാതെ ഏതൊരു കല്യാണ സദ്യയിലും എല്ലാവർക്കും നാക്കലയാണ്, അല്ലാതെ ഒന്ന് മുറിച്ചാല. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. തൃശ്ശൂർക്ക് പോയാൽ ഇപ്പം നമ്മളൊരു സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പാലട കുടിച്ചു ഒരു ഗ്ലാസ്, വീണ്ടും ഒരു ഗ്ലാസും കൂടിയും വേണം. ഉടനെ കൈ കാണിച്ചു വന്നു, ഒഴിച്ചു തരും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, ചിട്ടയാണ്. ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ കഴിഞ്ഞു, പോയി, പിന്നെ കിട്ടില്ല. വേറെ പായസം വന്നു. പക്ഷെ ഇത് തന്നെ വേണമെങ്കിൽ ആ ഒരു രീതിയില്ല, ആരും ചോദിക്കുന്നില്ല. അല്ല, ഇതിവിടെ കോഴ്സാണ്. ഇത് ഭയങ്കര ചിട്ടയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊന്ന് കാണേണ്ടതാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വിളമ്പാനൊക്കെ സഹായിച്ചിട്ടുള്ള കൂട്ടത്തിലാണല്ലോ എല്ലാ യുവാക്കളും. പക്ഷെ ഇവിടെ വിളമ്പുക എന്ന് പറഞ്ഞാൽ അത് ഒരു കലാപരമായിട്ടുള്ള വിളമ്പല് തന്നെയാണ്. അതിപ്പോ ഓണത്തിനല്ല ഞാൻ ഉദ്ദേശിക്കണേ, എല്ലാ സദ്യക്കും എന്തിനായാലും. അപ്പൊ അതിനെല്ലാ സ്ഥലത്തും ഓരോ മാറ്റങ്ങളുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഇപ്പൊ ഈയിടെ നമ്മുടെ മേയർ, കൗൺസിലർമാരും, എല്ലാ പാർട്ടിയിൽപ്പെട്ട കൗൺസിലർമാർ, ഞാനും പോയിരുന്നു. ഇപ്പോൾ നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ പുത്തരി എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആവശ്യമായ പുത്തരി ഉണ്ടാക്കാനുള്ള കണ്ടമാണ്. നമ്മൾ പിന്നെ അതിപ്പോ മൈതാനമായിട്ടാണ് പറയുന്നത്. അടുത്ത കാലത്തായിട്ട് അവിടെ കൃഷി ചെയ്തു, 10 സെന്റോ മറ്റോ ചെയ്തു. എന്നിട്ട് നമ്മുടെ മേയറും കൗൺസിലർമാരും എല്ലാം കൂടി അത് ക്ഷേത്രത്തിൽ ഈ കൊണ്ടുപോയ സമയത്ത് ഞാനും അതൊക്കെ നമ്മുടെ ഒരു ആചാരവും രീതിയും ഒക്കെ ആണല്ലോ. അതൊക്കെ ഒരു രസമായിരുന്നു, നല്ലതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൻ്റെയൊക്കെ മലയാളികൾക്ക് പൊതുവായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എല്ലായിടത്തും അവരവരുടെ പ്രത്യേകതയുണ്ട്. മാവേലിക്കരയിലുള്ള കാര്യമായിരിക്കില്ല ആലപ്പുഴയിൽ. അതേപോലെ തന്നെ ആലപ്പുഴയിലുള്ളതല്ല നമ്മൾ ഇടുക്കി ഭാഗത്ത് ചെന്ന്. അതൊരു എന്താ പറയുക, അതിലൊരു നാനാത്വം ഉണ്ട്. മലയാളി ഒരു ഒറ്റ ഇതല്ല, പലതരത്തിലുള്ള ആളുകളുണ്ട്. മലയാളിയെ തന്നെ ഒന്നാണ്. മലയാളം എന്നുള്ള ഭാഷ അങ്ങനെയല്ലേ, ഭാഷാ പ്രയോഗങ്ങളും ഭാഷയുടെ നീട്ടലും കുറുക്കലും നല്ല വ്യത്യാസമുണ്ടല്ലോ നമ്മുടെ ഓരോ ഭാഷകളിലും. നമ്മൾ രണ്ടുപേരും ഒരു ന്യൂട്രൽ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ പത്രങ്ങളിലും രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ള ആളുകള് ന്യൂട്രൽ ആക്സെന്റ് എന്നതിന് പറയാം. അപ്പൊ ന്യൂട്രൽ ആക്സെന്റ് ശീലിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു നാട്ടിലെ ആക്സെന്റ് അല്ല പൊതുവിൽ. MVR ഒക്കെ ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന വടക്കൻ ഭാഷയിൽ പോലും പിന്നെ കുറച്ചൊരു ന്യൂട്രാലിറ്റി വന്നു. അത് ഇന്നത്തെ മാധ്യമ ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ടല്ലോ. അപ്പോൾ മാധ്യമ ഭാഷയിലുള്ള മാധ്യമത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ന്യൂട്രൽ ആക്സെന്റിലല്ലേ, അല്ലേ? അവരെല്ലാം വെവ്വേറെ സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണല്ലോ. ഒരു കണ്ണൂർ ഭാഷയിലുള്ള ആള് അവര് വാർത്ത വായിക്കുന്നത് ഒരു രീതിയിലാണല്ലോ. ഞാനിപ്പോ സാറിനോട് സംസാരിക്കുന്ന രീതിയിലല്ല ഞാൻ വാർത്ത വായിക്കുന്നത്. അതെ 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 കണ്ണൂർക്കൊന്നും പോണ്ട. അല്ല, ഭാഷയ്ക്ക് ഭയങ്കര മാറ്റം ഈ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ വന്നു. പ്രിന്റിനാ പ്രശ്നമില്ലല്ലോ. ഓണത്തല്ല്
ഓണത്തല്ല് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കുന്നംകുളത്ത് ഗംഭീരമായ തല്ലാണ്. അപ്പോൾ അത് ചേരി തിരിഞ്ഞിട്ടുള്ള അടിയാണ്. വെറുതെ അങ്ങനെ ആൾക്കാർ അടിക്കല്ല, അല്ല, 2 ചേരിയായിട്ട് നിൽക്കും. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങും. അപ്പോൾ അതൊരു 15 വയസ്സുള്ള കുട്ടിയാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ അവിടെ നിന്ന് 25 വയസ്സാൾ ഇറങ്ങാൻ പാടില്ല. അതൊരു അലിഖിത നിയമമാണ്. അല്ലെങ്കിൽ 8 വയസ്സായ കുട്ടിയെ വിടാനും പാടില്ല. അപ്പോൾ 15, 14, 15 ആ ഒരു ഗ്രൂപ്പ്. ഒരു 25 വയസ്സുള്ള ആൾ ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഏതാണ്ട് ആ പ്രായത്തിലുള്ളൊരു ആളാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അതിന് ക്യാപ്റ്റന്മാരുണ്ട്. ചായക്കാരെന്നാണ് അവർ റെഫറികളെ വിളിക്കുന്നത്. അവരത് പിടിച്ചു മാറ്റും. അപ്പോൾ അടിക്കാനേ പാടുള്ളൂ, ഇങ്ങനെ സ്ലാപ്പ് ചെയ്യാനേ പാടുള്ളൂ. ഇടിക്കാനോ കുത്താനോ ഒന്നും പാടില്ല. അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ളൊരു മാർഷൽ ആർട്ടാണത്. കയ്യാങ്കളി എന്ന് അതിൻ്റെ ശരിക്കുള്ള പേര്. അപ്പം അത് നടത്തുന്നതിൽ കുറേ നാൾ ഞാനാണെന്നാണ് അതിൻ്റെ ഒരു പ്രധാന സംഘാടകനല്ല, അതിൻ്റെ ഒരു ഉത്സാഹ കമ്മിറ്റി ആയിരുന്നത്. അതിന് ഗവൺമെൻറ്റിൻ്റെ പൈസ വാങ്ങിച്ചു കൊടുക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പം അത് നടക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞത് അത് വേറെ എവിടെയും അങ്ങനെ ഉള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് അതില്ലല്ലോ. അപ്പം അങ്ങനെ ഓരോ ഇവിടെ ഉള്ളത് അവിടെ ഇല്ല, അവിടെ ഉള്ളത് ഇവിടെ ഇല്ല, എന്നാൽ എല്ലായിടത്തും കുറേ കാര്യങ്ങൾ ഒരുപോലെയുണ്ട്. അപ്പോൾ ഓണമെന്ന് പറയുന്നത് വളരെ സമത്വ ചിന്തയുടെ പ്രൊഡക്റ്റാണ്. അതുകൊണ്ടിപ്പോൾ കേരളത്തിൻ്റെ ഒരു സമത്വ ചിന്തയുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ഓണം എന്നുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉൽപ്പന്നമാണ്. നമുക്കതിന് സമത്വം ഉണ്ടല്ലോ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പം അല്ല എന്ന് പറയാനും ആവണം എന്ന് ആഗ്രഹിക്കാനുമാണ്. പാസ്റ്റിനെ കുറിച്ച് നല്ലത് പറയുന്നത് അത് കഴിഞ്ഞു ഇനി എല്ലാവരും മോശമാവണം എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഇഗാലിറ്റേറിയൻ ഒരു സമത്വബോധം ഉണ്ട്. അപ്പോൾ ആ സമത്വം ഉണ്ടാക്കാനാണല്ലോ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഓണാശംസ നൽകുന്നു. തൊഴിലാളികൾക്ക് ഒരു നല്ല ഓണം ആശംസിക്കുന്നു. ഞങ്ങളുടെ KSRTCയിലും ട്രാൻസ്പോർട്ട് വകുപ്പിലും മാത്രമല്ല, എല്ലാ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കും ആ സമത്വ സുന്ദരമായ ഇന്നലെയെ നാളെയാക്കി മാറ്റാനുള്ള പരിശ്രമം അവർ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. മുൻപൊക്കെ പലപ്പോഴും ബഡ്ജറ്റ് സെഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാട്ടിൽ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വിളിച്ച് വിവരങ്ങൾ ചോദിക്കുന്ന, പഠിക്കുന്ന എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയാണ് CP ജോൺ സാർ. ഇന്ന് സാറ് മന്ത്രിയാണ്. ഈ വർഷം ഇപ്പം എനിക്കൊരു അത്ഭുതമാണ്, ഇപ്പം ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ച അതൊന്നുമല്ല, സംസാരിച്ച് മുഴുവൻ ഓണത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ സംസാരം ഇത് അടുത്ത ഓണത്തിനും തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ആവട്ടെ. അങ്ങനെ ആവില്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഞാൻ അമൃത TVയുമായിട്ട് എത്രയോ കാലത്തെ ബന്ധമുണ്ട്. ഈ ഓണം അമൃതാനന്ദമയി ദേവിക്കും ആശ്രമത്തിനും അതുപോലെ തന്നെ അമൃത TVക്കും അമൃത TVയുടെ പ്രേക്ഷകർക്കും എല്ലാം വളരെ നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. ഓണാശംസകൾ.